മറ്റാരുണ്ട് LDF അല്ലാതെ? ചവറയിലും കടുത്ത പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ചവറയിൽ കടുത്ത പോരാട്ടം നടക്കുന്നു. മാത്രമല്ല ചില അടിയൊഴുക്കുകൾ ചവറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഭാവി നിശ്ചയിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥികൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. LDF സുജിത് വിജയൻ പിള്ള, ഷിബു ബേബി ജോൺ, UDF-ൽ നിന്ന് NDA-ൽ നിന്ന് KR രാജേഷ്. ഈ സുജിത് വിജയൻ പിള്ള ഉള്ളല്ലോ, സൗമ്യ മുഖമാണ്, ജെന്റിൽമാൻ ആണ്, ആ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമാണ്. മണ്ഡലത്തിന്റെ മുക്കും മൂലയിലും വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. ഈ മണ്ഡലത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോ നല്ല സ്വീകാര്യത. ഈ മണ്ഡലത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോ ഒരു പാർട്ടി ഉണ്ടാവുള്ളൂ. അതാണ്, രണ്ട് പാർട്ടിയിൽ ഒരു പാർട്ടിയാവും. അതെ അതെ. ഷിബു ഷിബു നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഓപ്പണായി പറഞ്ഞാൽ ഷിബു നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം RSPക്കുള്ളിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നമാണ്. 1096 വോട്ട് മാത്രമാണ് അവിടെയുള്ളത്. അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് UDF ഇത്തവണ ഏറ്റവും പ്രതീക്ഷയോടുകൂടി ചവറയെ നോക്കിക്കാണുകയാണ്. വിജയൻ പിള്ളയും സുജിത് വിജയൻ പിള്ളയും പിന്നാലെ വരുന്നു. പക്ഷേ RSP തിരിച്ചു പിടിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ NK പ്രേമചന്ദ്രൻ അവിടെ പ്രചരണത്തിന് പോയിട്ടുണ്ടോ എന്നൊരു വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. NK പ്രേമചന്ദ്രൻ ശരിയാണ്, അദ്ദേഹം ലോക്സഭയിലൊക്കെ അതുകൊണ്ടല്ല, ഇരവിപുരത്ത് അദ്ദേഹത്തിന്റെ മകൻ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ മത്സരിക്കേണ്ടത് വാശി പിടിച്ച ഒരേ ഒരു കക്ഷി ഷിബു ബേബി ജോൺ ഒറ്റ പിടിവാശിയിലാണ് അവിടെ നിന്ന് കാർത്തിക് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2021 സുജിത് വിജയൻ പിള്ളി അല്ല 2026. നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊല്ലത്ത് രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മണ്ഡലം മാറാൻ തയ്യാറായിട്ടില്ല. അവിടെ തന്നെ നിന്ന് കേരള കോൺഗ്രസ് ബിയുടെയും RSPയുടെയും ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതെ, നോക്കാം. ഞാൻ പറയുന്നു UDF-ന് സാധ്യതയുണ്ട് എന്നാണ് എന്റെ പക്ഷം. ഷിബു ബേബി ജോണിനാണ് ഞാൻ സാധ്യത കൽപ്പിക്കുന്നത്. ഞാനൊരു ബലാബലം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു സ്ലൈറ്റ് എഡ്ജ് UDF-ന്. വിധം കടുത്ത മത്സരം ചവറയിൽ നടക്കുന്നുണ്ട്. സുജിത് വിജയൻ പിള്ള, ഷിബു ബേബി ജോൺ എന്നിവരാണ്. ഷിബു ബേബി ജോൺ തിരിച്ചു വരുമോ? തിരിച്ചു വരാനുള്ള സാധ്യത, നല്ല രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ സുജിത്ത് മികച്ച MLA ആണ്. നല്ല പ്രതിപക്ഷ ശബ്ദമായി സംസാരിച്ചിട്ടുള്ള നല്ല റാങ്കിംഗ് ഉള്ള MLA ആണ് സുജിത്ത്. സുജിത്തിനെ പരാജയപ്പെടുത്തുമോ? സംശയം. നമ്മുടെ ഓൺലൈൻ സർവേയിൽ വരെ നല്ല റാങ്കിംഗ് ആണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8900 വോട്ടിന് ലീഡ് UDF-നുണ്ട്. തദ്ദേശത്തിൽ കുന്നത്തൂർ നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി കുന്നത്തൂർ. 25 വർഷമായിട്ട് കോവൂർ കുഞ്ഞുമോൻ അവിടെ തുടരുകയാണ്. ഉല്ലാസ് കോവൂരാണ് UDF-ന്റെ കരുത്തനായ സാരഥി. സഹോദരന്മാർ തമ്മിലുള്ള പോരാട്ടമാണ്. രാജീവ് പ്രസാദ് NDA. എന്താണ് സംഭവിക്കുക കുന്നത്തൂരിൽ എന്നുള്ളതാണ്. ഉല്ലാസ് 2790 ലീഡേ ഉള്ളൂ. ലെഫ്റ്റ് മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ രസകരമായ കാര്യം 2021 അതേ ലീഡേ ഉള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2900. അത്രേ ഉള്ളൂ. മാത്രമല്ല ഈ ഉല്ലാസ് കോവൂര് അവിടെ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഈ കോവൂർ കുഞ്ഞുമോനെ ആ മണ്ഡലം അത്രമേൽ പരിചിതമാണ്. കോവൂരിന് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചാൽ നിശ്ചയമായും അറിയുന്നു. രണ്ടുപേരും കോവൂരല്ലേ? MLA എന്ന നിലയിൽ ആ മണ്ഡലത്തിൽ ഇത്രയും ചേട്ടന്റെ അനിയന്റെ മക്കളാണ്.